ഹലോ നമസ്കാരം. ഇന്നൊരു റീസ്റ്റോക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ യൂഷ്വലി ഞങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന വെജിറ്റബിൾസൊക്കെ അറ്റ് എ ടൈം പോയി വാങ്ങിക്കുകയും അത് നന്നായി ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് പതിവ് കേട്ടോ. പക്ഷേ ഉള്ളി, അതുപോലെ കൊച്ചുള്ളി, വെളുത്തുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് യൂഷ്വലി അത് ഞാൻ കുറച്ചധികം വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കും. അല്ലാത്ത വെജിറ്റബിൾസൊക്കെ ഒരാഴ്ചത്തേക്ക് വേണ്ടുന്നതാണ് യൂഷ്വലി വാങ്ങി സൂക്ഷിക്കാറ് കേട്ടോ. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും നമ്മൾ ആദ്യം തന്നെ ഒന്ന് ടാപ്പ് വാട്ടറിൽ ഒന്ന് കഴുകിയെടുക്കും. അതിനുശേഷം പിന്നെ അതിനകത്തേക്ക് നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളതുപോലെ തന്നെ വിനെഗറോ അല്ലെങ്കിൽ ഉപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് വെജിറ്റബിൾസിന് വെള്ളത്തിൽ തന്നെ ഇട്ടേച്ചു വെക്കും കേട്ടോ. അത് ഏകദേശം ഒരു ഹാഫ് ആൻ അവറൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളൊന്ന് കഴുകിയെടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ വെജിറ്റബിൾസ് പെട്ടെന്ന് അഴുക്കായി പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഹാഫ് ആൻ അവർ വെച്ചതിന് ശേഷം പിന്നെ 2-3 തവണ നല്ല ഫ്രഷ് ആയിട്ടുള്ള വാട്ടറിൽ ടാപ്പ് വാട്ടറിൽ തന്നെ കഴുകിയിട്ട് അതിനെ നല്ലൊരു കോട്ടൺ ക്ലോത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിടണം. അപ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ അതിൻ്റെ വെള്ളമൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് സൂക്ഷിച്ച് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ മഷ്റൂംസൊക്കെ ആണെങ്കിൽ നമ്മൾ അന്ന് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്, ഫ്രഷായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അഥവാ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ ആണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ കഴുകാതെ തന്നെ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. എന്നിട്ട് ഉപയോഗിക്കുന്നതിന് മുന്നേ കഴുകിയാൽ മതി. പിന്നെ എല്ലാ വെജിറ്റബിൾസും നല്ല ഡ്രൈ ആയതിനു ശേഷം മാത്രം സൂക്ഷിക്കുക, ഇല്ലെങ്കിൽ സ്പോയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആദ്യം നമ്മൾ ഒരു ടിഷ്യൂ വെച്ച് ഈ കാണുന്നത് പോലെ തന്നെ ടിഷ്യൂ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കേട്ടോ, അത് വെച്ച് പിന്നെ വെജിറ്റബിൾസ് വെക്കുക. അതിനുശേഷം വീണ്ടും ടിഷ്യൂ വെച്ചോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചോ കവർ ചെയ്തിട്ട് വേണം നമ്മൾ ലിഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയൊക്കെ ആണെങ്കിൽ ഞെട്ടൊക്കെ കളഞ്ഞ് അങ്ങനെ വേണം സൂക്ഷിക്കാൻ കേട്ടോ. മുരിങ്ങക്കായ ആണെങ്കിൽ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് സൂക്ഷിക്കുവാണെങ്കിൽ ഒരാഴ്ചക്ക് മേലെ ഇതൊക്കെ നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ മതി ഇതിൽ, അതായത് നമ്മൾ ഇടയ്ക്കൊന്ന് വെജിറ്റബിൾസ് എടുക്കുന്ന സമയത്ത് ടിഷ്യൂ ഒക്കെ വെറ്റായിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും വെജിറ്റബിൾസ്, ഒട്ടും സ്പോയിലാവാതെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ടിപ്സ്, കുക്കിംഗ് ഈസി ആക്കുന്ന കുറച്ച് ടിപ്സാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് എളുപ്പമല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, ഒരു കോമെൻറ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.